2 ദിവസം ഇരിങ്ങാലക്കുട നിന്നിട്ട് നമ്മളിപ്പോൾ നേരെ തിരിച്ച് നമ്മുടെ എറണാകുളത്തേക്ക് പോവുകയാണ്. അപ്പോൾ രാവിലെ തന്നെ അമ്മ എനിക്ക് ഒരു ഗ്ലാസ് കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി തന്നു. അങ്ങനെ അതൊക്കെ കുടിച്ച് ഡ്രസ്സ് മാറി വന്നപ്പോഴത്തേക്കും ദേ വീണ്ടും അമ്മ പായസമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അടപ്രഥമനാണ് നമ്മൾ തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മധുരം എനിക്ക് ഭയങ്കര വീക്ക്നെസ് ആണ്. അതിപ്പോൾ രാവിലെ ആണെങ്കിലും രാത്രി ആണെങ്കിലും ഏത് പാതിരാത്രി കിട്ടിയാലും ഞാൻ കുടിക്കും. അങ്ങനെ ഈശോയോട് പ്രാർത്ഥിച്ച് നമ്മൾ നേരെ കാറിൽ കയറി. ആദ്യം തന്നെ നമ്മൾ വരുന്നത് നമ്മുടെ കടയിലേക്കാണ് കേട്ടോ. അപ്പനോടൊരു ഹായ് ബൈ പറഞ്ഞിട്ടാണ് നമ്മൾ എപ്പോഴും തിരിച്ച് എറണാകുളത്തേക്ക് പോകാറ്. അപ്പോൾ ഇപ്പോൾ പ്രസൻറ്റ് വിളിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചന്ദ്രേട്ടൻ എത്തിയിട്ടുണ്ട്. അങ്ങനെ ചന്ദ്രൻ്റെ അടുത്ത് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് നിന്നപ്പോഴത്തേക്കും അപ്പം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പം വന്ന് നമ്മൾ 2 ദിവസമോ 4 ദിവസമോ ഒരാഴ്ച 2 മാസമൊക്കെ വീട്ടിൽ നിന്നാലും ആ ഇറങ്ങണ നേരത്ത് ഭയങ്കര ഒരു സ്നേഹപ്രകടനം അപ്പാപ്പനും മക്കളും തമ്മിൽ ഉണ്ടാവാറുണ്ട്. അങ്ങനെ അപ്പാപ്പനും ഉമ്മയൊക്കെ കൊടുത്ത് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അപ്പന് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് നമ്മൾ എവിടെയെങ്കിലും പോകണ നേരത്ത് അപ്പം കുരിശ് വരച്ച് തരും. പോണ നേരത്ത് മാത്രമല്ല കേട്ടോ, നമ്മൾ രാത്രി ഉറങ്ങാൻ പോണ നേരത്തും ഒക്കെ അപ്പൻ്റെ വക ഒരു കുരിശ് വര നിർബന്ധമാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. അങ്ങനെ കുരിശുവരയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് എറണാകുളത്ത് എത്തി. ഇപ്പോൾ ഏകദേശം എടപ്പള്ളിലേക്ക് എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും കുഞ്ഞിപ്പെണ്ണ് ഭയങ്കര ആക്റ്റീവായി. പിന്നെ സർക്കസുകളിലേക്കായിരുന്നു. അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, സീ യു.